ഞാൻ പറഞ്ഞു, കർത്താവ് ഗംഭീരനാദത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാഹളത്തോടു കൂടി നമ്മുടെ ഇടയിൽ കടന്നു വരുമ്പോൾ കുഞ്ഞെ, നിന്റെ ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരുണ്ടോ? വിളക്കിൽ എണ്ണയുണ്ടോ? പ്രാപിച്ചെടുക്കാൻ കഴിയാത്ത ദൈവ സാന്നിധ്യമാണോ നിന്റെ ജീവിതത്തിൽ നീ മുന്നോട്ട് നയിക്കുന്നത്? മുട്ടുമടക്കാൻ നീ തയ്യാറാണോ? വിടിവെപ്പാൻ ശക്തനായ ദൈവത്തിന്റെ കരം ഇന്നും കുറുകിയിട്ടില്ല. നിന്നെ പണിതെടുത്തൊരു മാനപാത്രമാക്കി മാറ്റുമെന്ന് ദൈവാത്മാവെന്ന് രാത്രി വിളിച്ചു പറയുക. കുടുംബ തകർച്ചയുടെ വാതിൽ കിടക്കുന്ന ഒരാളെ ദൈവാത്മാവ് കാണിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കൊണ്ടുവരാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുക. നിന്റെ കുടുംബ ജീവിതത്തിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന ഒരു അദൃശ്യമായ കരം ഇന്ന് രാത്രി ഇതിനകത്ത് പ്രവർത്തിക്കുകയാ. കുഞ്ഞെ, നിനക്ക് ഭരപ്പെടേണ്ട ആവശ്യമില്ല. പണിതതിനെ പുതുക്കി പണിത് തനിക്ക് ഇഷ്ടമുള്ള മറ്റൊരു പാത്രമാക്കി ദൈവം നിനക്ക് ഏൽപ്പിച്ചു തരുമെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി ദൂത് വിളിച്ചു പറയുക. ആരോടൊക്കെയോ ദൈവാത്മാവ് ഇന്ന് രാത്രി സംസാരിക്കുകയാ. പിന്നെയും പറയട്ടെ, യോബൽ പ്രവാചകന്റെ മേൽ അവൻ ദൈവത്തിന്റെ കരം വന്നപ്പോൾ അസ്ഥികളുടെ അനുഭവം അനുഭവിക്കുന്ന ഒരാളെ ദൈവാത്മാവ് ഇതിനകത്ത് കാണിക്കുകയാണ്. ഒരു കാര്യം കൂടി ദൈവാത്മാവ് സഭയെ നോക്കി പറയുന്നു, കുഞ്ഞേ, ഇത്രമാത്രം കേട്ടിട്ടു അവൻ ഈ കാലഘട്ടം മുഴുവൻ നീ ദൈവശബ്ദം കേട്ടിട്ടു ഇന്ന് രാത്രി മനം തിരിഞ്ഞ് കടന്നു വരാൻ നീ തയ്യാറല്ലെങ്കിൽ ഒന്ന് വായിച്ചാണ് സിസ്റ്ററെ. സങ്കീർത്തനം 22-ാം അധ്യായം 50-ാമത്തെ വാക്യം.